സാർ, യമനിലെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ കേസിലും സാറും കാന്തോരും ഇടപെട്ട് വിധി നീട്ടി. ആ കേസിലൊരു ശുഭവാർത്ത മലയാളക്കരയ്ക്ക് ഉടൻ തന്നെ കേൾക്കാൻ സാധിക്കുമോ? എല്ലാ ശ്രമത്തിലാണ്. കാന്തപുരത്തിന്റെ വലിയ പങ്ക് ഒരിക്കലും മറക്കാൻ സാധിക്കത്തില്ല. അദ്ദേഹം അവിടുത്തെ ലീഗൽ, അവിടുത്തെ സ്പിരിച്വൽ സർക്കിൾസിലെല്ലാം ഇടപെട്ട് അതിനകത്ത് വേണ്ട പരിശ്രമമൊക്കെ നടത്തിയ അതിന് വ്യക്തിത്വമാണ്. വലിയ പ്രതീക്ഷയാണ് ഞങ്ങൾക്ക് എല്ലാം ഉള്ളത്. നമ്മൾ പെട്ടെന്നൊരു വിശദാംശത്തിലേക്കൊന്നും കടക്കുന്നില്ല. നമുക്ക് നോക്കാം എന്താവും എന്നുള്ളത്. കാരണം കേന്ദ്ര സർക്കാർ കുറച്ച് കാര്യങ്ങൾ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നോക്കി വേണം തീരുമാനങ്ങൾ എടുക്കാൻ. സാർ, കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജിൽ കെട്ടിടം നടന്നുണ്ട്, അവിടുത്തെ ഒരു സ്ത്രീ മരിക്കുകയുണ്ടായി. അപ്പോൾ അവിടെ പുതുപ്പള്ളി MLA താങ്കളാണ് ആദ്യം ഓടിയെത്തിയത്, രക്ഷാപ്രവർത്തനത്തിൽ മുൻകൈ എടുത്തു. പക്ഷേ ശേഷം ആംബുലൻസ് തടഞ്ഞു എന്ന് പറഞ്ഞ സർക്കാർ താങ്കൾക്കെതിരെ കേസെടുത്തു. അപ്പോൾ ഞാനതിനെ സ്വാഗതം ചെയ്തു. കാരണം ഞാൻ തടഞ്ഞുകൊണ്ടാണല്ലോ സർക്കാർ എന്തെങ്കിലും ഒന്ന് കൊടുത്തത്. മുണ്ടക്കൈ ചൂരൽമല ഒരാൾക്കൊന്നും കിട്ടിയിട്ടില്ല. ഒരു വീട് കൊടുത്തിട്ടില്ല. എത്രയോ സംഘടനകൾ വീട് കൊടുത്തു, സർക്കാർ ഇതുവരെ വീട് കൊടുത്തിട്ടില്ല. ഞാൻ തടഞ്ഞതുകൊണ്ട് കുട്ടിക്ക് ചികിത്സയായി, ഞാൻ തടഞ്ഞതുകൊണ്ട് അവിടെ ജോലി കിട്ടി, ഞാൻ തടഞ്ഞതുകൊണ്ട് ആ 12 ലക്ഷം രൂപയുടെ വീട് കൊടുക്കാനുള്ള സഹായം ചെയ്തു. എല്ലാം ചെയ്തില്ലേ? അപ്പോൾ ഞങ്ങൾ ആ കുടുംബത്തിന് വേണ്ടി ഞാൻ പ്രതിയാവാൻ തയ്യാറാണ്. ഇനിയുണ്ടോ? സമയം പ്രശ്നമാണ്. ചോദിച്ചോ മോനെ, ചോദിച്ചോ. ടെൻഷൻ അടിക്കണം. ഞാൻ ഇരുന്ന് തരാം. അതൊക്കെ ചോദിച്ചോ. ഏതൊരു കാര്യങ്ങൾക്ക് തുടക്കമിടുമ്പോഴും രാഷ്ട്രീയം മറന്ന് ഉമ്മൻചാണ്ടി സാറിന്റെ കല്ലറയിൽ വന്ന് അനുസ്മരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അത് കാണുമ്പോൾ ഒരു നേതാവിന്റെ മകൻ എന്ന നിലയ്ക്ക് സന്തോഷം തോന്നാറുണ്ടോ? ഞാൻ അതിൽ തീർച്ചയായിട്ടും വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട്, അഭിമാനമുണ്ട്. ഇന്നും അവിടുത്തെ ജനങ്ങൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്നുള്ളത്. രാഹുൽ ഗാന്ധി പറഞ്ഞു, നമ്മൾ ചിന്തിക്കുന്നതിലല്ല, നമ്മൾ എഴുതുന്നതിലല്ല, പ്രസംഗിക്കുന്നതിലല്ല, പ്രവൃത്തിയാണ് കാര്യം. ആ പ്രവൃത്തി നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ സാധിക്കും. ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞത് പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരിക്കുക, കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുക, ഫലം കിട്ടിയാലും ഇല്ലെങ്കിലും പ്രവർത്തിക്കുക. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ അടിസ്ഥാനപരമായി നമ്മൾ ഏത് പാർട്ടി വേണം വിശ്വസിക്കാം, ഏത് മാർഗം വേണേൽ തിരഞ്ഞെടുക്കാം. പക്ഷെ മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുന്ന പ്രവൃത്തി തുടരുക. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ അടുത്ത പുതിയ പദ്ധതികളൊക്കെ അല്ല, ഇപ്പം നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ വീടുകൾ പൂർത്തിയാക്കണം. ഇനി 38 വീട് കൊടുക്കാനുണ്ട്. അങ്ങനെ പല കാര്യങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷമേ നമുക്ക് ബാക്കി ചിന്തിക്കത്തുള്ളൂ. ഇപ്പോൾ ഒരു ടർഫിനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നു. അങ്ങനെ പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം പരമാവധി പ്രവർത്തനം നടത്തുന്ന ഒരു സാഹചര്യമാണെന്നുള്ളത്. സാർ, അപ്പോൾ ഈ നിലമ്പൂർ ഇലക്ഷനിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജയിക്കുന്ന അത്രയും വിശ്വാസത്തിലെടുത്ത് ആരുടെ ജയിച്ചു. അപ്പം ഇത് തുടർഭരണം ഉണ്ടാകത്തില്ല എന്നും ഭരണവിരുദ്ധ വികാരം ശക്തമാണെന്നുള്ളതിന് തെളിവാണ്. 2026 UDF ഭരണത്തിലെത്തുന്ന ഉറപ്പാണോ? അത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ജനങ്ങളുടെ പ്രതിഫലനം നിലമ്പൂരിൽ കണ്ടു കഴിഞ്ഞു. 2026 മെയിലും അതുണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം ഒറ്റ കാര്യം എടുത്താൽ മതി, ടെസ്റ്റ് ഡോസ്. ഈ സർക്കാരിന് ജനങ്ങളുടെ പ്രതിബദ്ധത ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ മെഡിക്കൽ കോളേജ് സംഭവം മാത്രം എടുത്താൽ മതി. ഒരു പ്രവർത്തനവും നടത്താത്ത ഒരു കാഴ്ച. അങ്ങനെയുള്ള ഒരു സർക്കാരിനെ ജനങ്ങൾ എന്തിനു വോട്ട് ചെയ്യണം? അതുകൊണ്ട് UDF ജയിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം.